മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി പുതിയ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവരാനുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഗ്രാമീണ വികസന വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണ് ബില്ല് അവതരിപ്പിച്ചത്. VBG റാംജി എന്ന ചുരുക്കപ്പേരിലാണ് പുതിയ പദ്ധതി അവതരിപ്പിച്ചത്. VBG റാംജി എന്നാൽ വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്നുള്ളതാണ് അതിൻ്റെ ചുരുക്കമാണ് VBG റാംജി എന്നത്. അതിൻ്റെ ആ ഒരു ചുരുക്കപ്പേരിലേക്ക് പുതിയ പദ്ധതി അവതരിപ്പിച്ചിരിക്കുകയാണ്. ബിൽ അവതരണത്തിന് പിന്നാലെ ലോക്സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ബില്ലിനെ വയനാട് MP പ്രിയങ്ക ഗാന്ധി എതിർത്തു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് വിഷയത്തിൽ ചർച്ച നടത്താമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. मैं प्रस्ताव करता हूं कि मुझे विकसित भारत गारंटी फॉर रोजगार एंड आजीविका मिशन ग्रामीण VBG റാംജി विकसित भारत जी റാംജി बिल 2025 को सभा में पूरा स्थापित करने की अनुमति दी जाए. जी റാംജി. ആന്റണി ജിസ് ജോർജ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ആന്റണി, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ളത് ഇനി അങ്ങോട്ട് വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്ന VBG റാംജി എന്ന പേരിലേക്ക് ചുരുങ്ങുകയാണ്. മഹാത്മാഗാന്ധിയെ ഒഴിവാക്കിയതിലുള്ള പ്രതിഷേധമടക്കം പ്രതിപക്ഷ നേതാക്കളടക്കം പ്രതിപക്ഷ MPമാരടക്കം ഉന്നയിക്കുന്നുണ്ട്. കേരളത്തിനും അതിനെ സംബന്ധിച്ച് മന്ത്രി MP രാജേഷ് ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ലോക്സഭയിൽ നടന്നത്? ബില്ല് അവതരണം എങ്ങനെയായിരുന്നു? ഒപ്പം ഉയർന്ന പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ. തീർച്ചയായും UPA സർക്കാർ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലെ സാധാരണക്കാർക്ക് തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുന്ന, അവർക്ക് വരുമാനം ഉറപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. ഏതായാലും അതിന്റെ പേര് ഇപ്പോൾ മാറ്റി പുതിയൊരു നിലയിലേക്ക് മാറ്റാൻ ഇപ്പോൾ അതിലൊരു ഭേദഗതി വരുത്താനാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് VBG റാംജി ബില്ല് ഇന്നിപ്പോൾ കേന്ദ്ര ഗ്രാമീണ വികസന വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ബില്ലിലെ വ്യവസ്ഥകൾ പ്രകാരം ഒന്ന്, മഹാത്മാഗാന്ധിയുടെ പേര് അതിൽ നിന്ന് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വികസിത് ഭാരത് ഗ്രാമീൺ റോസ്ഗാർ അജീവിക മിഷൻ എന്ന നിലയിലേക്ക് അത് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മഹാത്മാഗാന്ധിയുടെ പേര് അതിൽ നിന്ന് മാറുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഈ സംസ്ഥാനങ്ങളുടെ വിഹിതം, അതുപോലെ കേന്ദ്ര സർക്കാർ വിഹിതം, അക്കാര്യത്തിലും ഒരു മാറ്റം വരുന്നു. അതായത് 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരും ഇതിൽ വഹിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഏതായാലും അത് ഇന്നിപ്പോൾ ആ ബില്ല് ശിവരാജ് സിംഗ് ചൗഹാൻ ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. കനത്ത പ്രതിഷേധമാണ് പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉയർന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. രാവിലെ ലോക്സഭയ്ക്ക് പുറത്ത് ഇടത് MPമാർ പാർലമെന്റിന് മുന്നിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇന്ന് പാർലമെന്റിൽ ഈ ബില്ലിനെ എതിർക്കും എന്നുള്ള കാര്യം നേരത്തെ തന്നെ പ്രതിപക്ഷം മുന്നോട്ട് പറയുകയും ചെയ്തിരുന്നു. കാരണം മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുന്നതിനെ ശക്തമായി തന്നെ പ്രതിപക്ഷം എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്ന് അത് തന്നെ പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിച്ച ഘട്ടത്തിൽ കണ്ടത്. ആദ്യം മന്ത്രി ഈ ബില്ല് അവതരിപ്പിച്ചതിന് പിന്നാലെ തന്നെ വയനാട് MPയും കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവുമായ പ്രിയങ്ക ഗാന്ധി ശക്തമായ വിമർശനമാണ് അല്ലെങ്കിൽ എതിർപ്പാണ് ഉയർത്തിയത്. പ്രിയങ്ക ഗാന്ധിയുടെ ആ വാക്കുകൾ ഒന്ന് കേട്ടിട്ട് ആന്റണിയിലേക്ക് തിരിച്ചെത്താം. सर महोदय, इसके जरिए ग्राम सभाओं को इस योजना की मांग की जमीनी परिस्थितियों के आधार पर तय करने का पूरा अधिकार दिया जाता था. आज वो अधिकार कमजोर किया जा रहा है. सर, जो हमारे संविधान की जो मूल भावना है कि हर एक व्यक्ति के हाथों में शक्ति होनी चाहिए, वही मूल भावना पंचायती राज में है. और उस मूल भावना के विरोध है ये जो अधिनियम जो ये विधेयक आ रहा है. सर, ये विधेयक वापस लिया जाना चाहिए. इसके बदले में सरकार को एक नया विधेयक पेश करना चाहिए. महात्मा गांधी जी मेरे परिवार के नहीं थे, लेकिन मेरे परिवार जैसे ही हैं और इस पूरे देश की यही भावना है सर. सर, इस पूरे देश की यही भावना है.
ആന്റണി, അതായത് മഹാത്മാഗാന്ധി തൻ്റെ കുടുംബം എന്നുള്ളതിലല്ല, അല്ലെങ്കിൽ തൻ്റെ പേരിൽ ഗാന്ധി ഉള്ളത് കൊണ്ട് മാത്രമല്ല, അത് രാജ്യത്തിൻ്റെയാണ്. മഹാത്മാഗാന്ധി എന്നുള്ളത് രാജ്യത്തെ പൗരന്മാർക്ക് ഉള്ളതാണ് എന്നുള്ളതാണ് പ്രിയങ്ക ഗാന്ധി പറയുന്നത്. അവിടെ തീരുകയാണോ ആന്റണി പ്രതിഷേധം? തുടരാം ആന്റണി. തീർച്ചയായും വലിയ പ്രതിഷേധം തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർലമെന്റിൽ ഉണ്ടായിരുന്നു. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തന്നെ അതിനെ എതിർക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഏതായാലും പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഗ്രാമസഭകളുടെ അടക്കം അധികാരത്തെ കവർന്നെടുക്കുന്ന ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. മാത്രമല്ല, ഈ സാധാരണക്കാർ, ഗ്രാമങ്ങളിലെ സാധാരണക്കാരുടെ തൊഴിൽ ദിനങ്ങൾ അടക്കം, അല്ലെങ്കിൽ അവരുടെ തൊഴിലിനെ അടക്കം അത് ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുകൂടി പറയുന്നു. എന്തിനാണ് ഈ പേര് ഇപ്പോൾ മാറ്റുന്നത് എന്നുകൂടി മനസ്സിലാകുന്നില്ല. ഈ മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റാനുള്ള തീരുമാനം അത് മഹാത്മാഗാന്ധിയോടുള്ള അധിക്ഷേപമാണ് എന്നുള്ള കൂടി പ്രിയങ്ക ഗാന്ധി പറയുന്നു. അതേസമയം എല്ലാ എംപിമാരും, പ്രതിപക്ഷത്തു നിന്നുള്ള, കേരളത്തിൽ നിന്നുള്ള NK പ്രേമചന്ദ്രൻ, അതുപോലെ തന്നെ ശശി തരൂര്, KC വേണുഗോപാൽ, അതുപോലെ തന്നെ DMK-യുടെ എംപിമാർ, അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ എംപിമാർ, NCP-യുടെ ശരത് പവാർ വിഭാഗം എംപിമാരടക്കം എല്ലാവരും തന്നെ അതിന് ശക്തമായി എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും വിശദമായ ചർച്ചയാകാമെന്ന് സ്പീക്കർ ഓം ബിർള പറഞ്ഞെങ്കിലും പ്രതിപക്ഷം അത് അംഗീകരിച്ചില്ല. വലിയ പ്ലക്കാർഡുകളുമായി വലിയ പ്രതിഷേധം ഉയർത്തി. പിന്നീട് പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങുന്നതും കണ്ടു. നടുത്തളത്തിൽ ഇറങ്ങി പ്രതിപക്ഷം പ്രതിഷേധിച്ചതോടെ പാർലമെന്റ് നടപടികൾ ഇപ്പോൾ 2 മണി വരെ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയ പ്രതിഷേധമാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ ബില്ലുമായി മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷം നിൽക്കുന്നത്. ഏതായാലും ഇത് ഒരുപക്ഷെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പരിഗണനയിലേക്ക് വിടാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇക്കാര്യത്തിൽ.